ബലാത്സംഗ കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകുന്ന ബിൽ പശ്ചിമബംഗാൾ നിയമസഭ ഇന്ന് പാസാക്കുകയുണ്ടായി. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനിഷ, കൊൽക്കത്തയിലെ PG ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ വ്യാപക പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് ഒരു ബില്ലിന് മമതാ സർക്കാർ എന്ന ഒരു ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബിൽ 2024 എന്ന പേരിൽ ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നതാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. ഈ ബില്ല് ഇന്ന് നിയമമന്ത്രിയാണ് ഈ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കുകയും ഐകകണ്ഠേന പാസ്സാക്കുകയുമായിരുന്നു. ഇതിന് ഗവർണർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല, ഇത് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പ് ആവശ്യമാണ്. രാഷ്ട്രപതിയും ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇത് ബില്ല് നിയമമായി മാറും എന്നുള്ളതാണ്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾക്ക് പരോളില്ലാതെ ജീവപര്യന്തവും സാമ്പത്തിക പിഴയുമാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കുന്നതിനുള്ള സമയം രണ്ട് മാസത്തിൽ നിന്ന് 21 ദിവസമായി കുറച്ചിട്ടുണ്ട്. മാത്രമല്ല, കുറ്റപത്രം തയ്യാറാക്കുന്നത് മുതൽ ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുന്ന ബില്ലാണ് പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കിയത്. അത് ഇനി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട് നിയമമായി വരുമെന്ന് തന്നെ വിചാരിക്കാം. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.